പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേര് സാക്ഷ്യം പറയാൻ തയ്യാറാകാറുണ്ട്? ചിന്തിച്ചോളൂ. എത്ര പേര് ജീവിതത്തിൽ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ, സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ നന്ദി പറയാൻ തയ്യാറാകാറുണ്ട്? എത്ര പേര് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ തയ്യാറാകാറുണ്ട്? ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ശുശ്രൂഷാവസരത്തിൽ പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. അയാളും ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു രോഗസൗഖ്യം ശുശ്രൂഷ അവസരത്തിൽ കിട്ടി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ നാളെ ശുശ്രൂഷ അവസരത്തിൽ ഇത് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, അച്ഛാ ഞാൻ ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, ഞാൻ ഈ 10 മനുഷ്യരെ അറിയുന്ന ആളാണ്, ഞാനതിങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് കുഴപ്പമില്ല, എനിക്ക് കിട്ടിയ സൗഖ്യം എനിക്ക് കിട്ടി, ഞാനത് ഉള്ളിൽ വെച്ചോളാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് കിട്ടിയ അഭിഷേകം, നിനക്ക് കിട്ടിയ സൗഖ്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുമ്പോഴാണ് അത് രക്ഷയായിട്ട് മാറുന്നത്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നന്ദി പറയാനും സ്തുതിക്കാനും ആരാധിക്കുവാനുള്ള ഒരു മനസ്സ്. ഒരു വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചാലോ? ദാനിയേലിന്റെ പ്രവചനം പെട്ടെന്നൊന്ന് വായിച്ചാലോ? ദാനിയേലിന്റെ പ്രവചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. 6-ാം അധ്യായം 10-ാം തിരുവചനം. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 10. 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദാനിയേലിനെ കുറിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. വായിച്ചാലോ? രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായി ദാനിയേൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി. എന്ത് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിമേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ദാനിയേലിനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുക. താൻ ചെയ്തിരുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവനൊരു പതിവുണ്ട്. ദൈവത്തെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തുന്ന പതിവുണ്ട്. ദൈവ തിരുമുമ്പിൽ ആരാധിക്കുന്ന പതിവുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പിറുപിറുത്തോണ്ടിരുന്നാൽ മതിയോ? ആ പിറുപിറുപ്പിനെ ഒരു ആരാധനയാക്കി മാറ്റണം. ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഉയരണം. വലതുകരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 95, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളൊരു സങ്കീർത്തന വചനമാണ്. സങ്കീർത്തനം 95-ൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു വചനഭാഗമുണ്ട്. എന്താണ് തുടങ്ങുന്നത്? കർത്താവിനെ സ്തുതിക്കാം എന്നാണ് പറയുന്നത്. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എങ്ങനെയാണ്? വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം മുഴുവൻ, പ്രത്യേകിച്ച് സങ്കീർത്തകൻ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആരാധനയെ കുറിച്ചാണ്, സ്തുതിപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെ ഒരു സ്തുതിപ്പാക്കി മാറ്റുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞാൽ രക്ഷ ലഭിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഭാരം ഒന്ന് മാറി മറ്റൊന്ന് മാറി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ചെയ്യേണ്ട, ഒരു സത്യക്രിസ്ത്യാനി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനുമുള്ള ഒരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നേരത്തെ കേട്ട സാക്ഷ്യം എന്താണ്? മറ്റൊരു മതത്തിൽ ജനിച്ചു വളർന്ന് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞും ദൈവകാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ 8-ലധികം തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചെത്തിയെന്ന്. ഒരു പ്രാവശ്യം പോലെ സത്യക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ പലരും വായിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കണം. ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും
നന്ദി പറയാനുമുള്ള തീരുമാനം. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചു. രണ്ട് കരങ്ങൾ നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം. നമുക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പരാതികളുണ്ട്, പിറുപിറുക്കുന്ന അവസ്ഥയുണ്ട്. അതിനെ എല്ലാത്തിനെയും ആരാധനയാക്കി ഉയർത്തുമ്പോൾ ആ പ്രശ്നത്തിൽ ഒരു ഉത്തരം കിട്ടും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എല്ലാവരും യേശുവേന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ്, ഈ ശുശ്രൂഷ സമയത്ത് ദൈവിക ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനുമുള്ള തീരുമാനം. പറഞ്ഞേ, സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനുമുള്ള തീരുമാനം. അടുത്തിരിക്കുന്നവർക്കൊക്കെ ഒന്ന് കൈകൊടുത്തോണ്ട് പറഞ്ഞേ, സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനുമുള്ള തീരുമാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധിക്കുന്ന എല്ലാവരും ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിക്ക്. നമ്മൾ ആരാധന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ആരാധന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി ഞങ്ങൾ കൊണ്ടു നടക്കുന്ന അനേക ദുഃഖങ്ങൾക്കും ഭാരങ്ങൾക്കും ഒരറുതി കർത്താവ് ഈ ആരാധനയിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിലെ ഭാരം എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ്, എന്ത് സംഭവത്തെക്കുറിച്ചാണ്, അതിനെ ആരാധനയാക്കി മാറ്റുക, ഒരു സ്തുതിപ്പാക്കി മാറ്റുക. ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കുന്നു. വേറൊന്നും ചിന്തിക്കണ്ട, ദൈവത്തിന് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സങ്കീർത്തനം 37:4 പഠിച്ചത്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പഠിക്കുക. നിത്യനുമായ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും പഠിക്കുക. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോരും സർവശക്തനും സർവശക്തനും നിത്യനുമായ നിത്യനുമായ ദൈവ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ നിത്യനുമായ ദൈവ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ചേർന്ന് പാടിക്കുക. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, യേശുവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളും സഹനങ്ങളും പരാതികളും പരിഭവങ്ങളും കുടുംബത്തിലെ അവസ്ഥയും ഈശോയെ, അവയെല്ലാം ആരാധനയായി, സ്തുതിയായി, നന്ദിയായി ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ദൈവമേ,
ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അടുത്ത് നിൽക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട, മറിച്ച് നിനക്കെങ്ങനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുന്നത് അതുപോലെ പ്രാർത്ഥിക്കണേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുക്കുക. നമ്മുടെ പ്രാർത്ഥന ഉയരുന്നതനുസരിച്ച്, സ്തുതി, ആരാധന, നന്ദി ഉയരുന്നതനുസരിച്ച് വലിയ രക്ഷ നമ്മൾ അനുഭവിക്കുകയാണ്. നാളുകളായിട്ട് നമ്മളെ പിടികൂടിയിരിക്കുന്ന തിന്മകളുടെ കെട്ടുകൾ, നമ്മുടെ കുടുംബത്തിലെ ഇരുട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റുന്ന സമയമാണ്. പൗലോസും സീലാസും പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവ അനുകൂല സാഹചര്യങ്ങളായിട്ട് മാറിയെങ്കിൽ, ഇതാ നിനക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ മേഖല തുറക്കുകയാണ്. നിന്റെ പ്രതികൂല സാഹചര്യത്തെ നീ ഇതാ അനുകൂല സാഹചര്യമായിട്ട് മാറ്റുന്ന ശുശ്രൂഷയാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കണം. ഒരല്പം ത്യാഗമുണ്ട്, ആ ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. കൈകളൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കൈകൾക്ക് വേദനയൊക്കെ ഉണ്ടാവും. ആ വേദനയെല്ലാം വലിയ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ. നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരെയും മനസ്സിൽ കാണുക. ഇപ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. ആ യേശുവിൻ്റെ മുമ്പിലേക്ക് നിന്റെ വീട്, വീട്ടിലുള്ള സാഹചര്യങ്ങളെ സമർപ്പിക്കുക. നിന്റെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ കുടുംബ പശ്ചാത്തലം മുഴുവൻ ഇതാ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നാളുകളായിട്ടുള്ള ചില തിന്മകൾ നമ്മുടെ കുടുംബത്തെ വല്ലാണ്ട് കെട്ടിയിട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ ആസക്തി ഉണ്ടാവും. തലമുറയായിട്ട് ചില മദ്യപാനത്തിന്റെ പീഡകൾ ചില കുടുംബങ്ങളിൽ ഉണ്ടല്ലോ. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം ആ പീഡ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റാൻ. നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം കാലങ്ങളായിട്ട് നിന്റെ കുടുംബത്തിലുള്ള പാരമ്പര്യ രോഗപീഡകൾക്ക് അറുതി വരാൻ. നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം നിന്റെ കുടുംബത്തിൽ ഒരു പുതിയ അഭിഷേകം തെളിയാൻ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും കുടുംബത്തിൽ വസ്തുഭാഗം വെപ്പിനോട് തുടർന്ന് ഏതെങ്കിലും അസ്വസ്ഥതകളും വഴക്കും തർക്കവും കോടതി കേസും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇതാ കരങ്ങൾ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, സ്ഥലത്തോട് ബന്ധപ്പെട്ട് ഭാരം, വീട് പണിയാൻ പറ്റുന്നില്ല, ഭാരം, ചിലപ്പോൾ ഒരു വാഹനം വാങ്ങാൻ പറ്റുന്നില്ല, സാമ്പത്തിക മേഖലകൾ തടസ്സം വരുന്നു, മക്കളുടെ വിദ്യാഭ്യാസം തടസ്സം, അവരുടെ വിവാഹ തടസ്സം, കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം, ഇങ്ങനെ തുടങ്ങി ഈ ലോകത്തിന്റെ അനേക ദുഃഖങ്ങളും ഭാരങ്ങളും നമുക്കുണ്ട്. ഈ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ വിശ്വസിക്കുക, ദൈവം അവയെല്ലാം ഒരു രക്ഷയായി ഉയർത്തും. 10 കുഷ്ഠരോഗികൾ ഒരുവൻ തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ, നന്ദി പറഞ്ഞപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ ഇതാ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്റെ ഉള്ളിലുള്ള സമാധാനം കെടുത്താൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടാത്ത രക്ഷ നിന്റെ ഉള്ളിലുണ്ട്. കരങ്ങൾ ഉയർത്തി വിളിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് ആ രക്ഷ അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബങ്ങളിലേക്ക് ആ രക്ഷ അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്ന സമയം, ആരാധിക്കുന്ന സമയം, സ്തുതിക്കുന്ന സമയം, നന്ദി പറയുന്ന സമയം. ഓ ദൈവത്തിന്റെ ആത്മാവ്, ശക്തി, അഭിഷേകം ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. സ്തുതിക്കുന്ന ദൈവജനം, സ്തുതിക്കുന്ന ദൈവജനം, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ദൈവമക്കളിൽ വെളിപ്പെടുന്ന സമയം. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പുതിയ അഭിഷേകം. കൈയടിച്ച് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ദൈവമക്കള് സന്തോഷത്തോടെ കൈയടിച്ചേ. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞാനും എൻ്റെ ഈശോയും മാത്രം എന്ന് മനസ്സിൽ കണ്ട് ആ ശരീരം ഈശോയ്ക്ക് കൊടുത്ത് കൈയടിച്ചോ. അടുത്തുള്ളവർ എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, എൻ്റെ ഈശോയുടെ മുമ്പിലാണ് ഞാൻ. ഓ കർത്താവേ, എൻ്റെ ശരീരം സമർപ്പിച്ച് കയ്യെ കടിച്ച് ദൈവത്തിന് മഹത്വം. ആ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ചവിട്ടി ആനന്ദ നൃത്തത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആമേൻ, ആമേൻ. നന്നായിട്ട്. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, ആമേൻ. മനുഷ്യഭൂമിയിൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവിൽ നിറയണമേ, ആമേൻ. നിറയണമേ, നിറയണമേ. നിറയണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവിൽ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ, നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. കൈകൾ ഉയർത്തി, ദൈവത്തിന്റെ കൈകൾ അടിച്ച് ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവിൽ നിറയണമേ, ആമേൻ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ലംബ, 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 ലംബ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. ദൈവമക്കളിലേക്ക് അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. രോഗങ്ങള്, രോഗപീഠകള്, തടസ്സങ്ങള് കർത്താവെടുത്ത് മാറ്റട്ടെ. പുതിയ അഭിഷേക ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നയിക്കട്ടെ, നയിക്കട്ടെ, നയിക്കട്ടെ. ശക്തി ബല അഭിഷേകം, മൈറ്റി പവർ, മൈറ്റി അനോയിന്റിംഗ് സംഭവിക്കട്ടെ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചോ. അത്ഭുതകരമായ ഒരു ശക്തി കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. കർത്താവിന്റെ ശക്തി കൈകാലുകളിലേക്ക് ശക്തമായിട്ട് വെളിപ്പെടുന്ന സമയം. ഹാർട്ട് സംബന്ധമായ രോഗമുള്ള ഒരു സഹോദരനെ പരിശുദ്ധാത്മാ തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. ദൈവത്തെ ആരാധിക്കുമ്പോൾ കാലങ്ങളായിട്ടുള്ള സകല പൈശാചിക പീഡകൾ വിട്ടുമാറും. കാലങ്ങളായിട്ടുള്ള രോഗപീഠകൾ വിട്ടുമാറും. ദൈവത്തെ ആരാധിക്കാനുള്ള മനസ്സ്, ദൈവത്തെ സ്തുതിക്കാനുള്ള മനസ്സ്, ദൈവത്തിന് നന്ദി പറയാനുള്ള മനസ്സ്. ഓ ദൈവമേ, ഞങ്ങളിതാ സമർപ്പിച്ച് കൈയടിക്കുന്നു. നന്നായിട്ട് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ഇന്ന് രാവിലെ മുതൽ ഓക്കാനിക്കാൻ വരുന്ന, ഛർദ്ദിക്കാൻ വരുന്ന ഒരു പ്രവണതയോടുകൂടെ വല്ലാണ്ട് വിഷമിച്ച് ഇവിടെ നിൽക്കുന്ന സഹോദരിയെ ഇതാ ഈശോ സ്പർശിക്കുന്നു, ഇതാ ഈശോ സ്പർശിക്കുന്നു. അഭിഷേകത്തിന്റെ ആത്മാവ് ശരീരത്തിലേക്ക് വെളിപ്പെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യൂറിനറി ഇൻഫെക്ഷൻ മൂലം വല്ലാണ്ട് കഷ്ടപ്പെടുന്ന മറ്റൊരു സഹോദരിയെ കർത്താവ് തൊട്ടുന്നു. സെലിൻ എന്നുള്ളൊരു പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. കൈയടിക്കട്ടെ, നന്നായിട്ട് കൈയടിച്ചോ. പാപവും രോഗവും അശുദ്ധിയല്ല, ആമേൻ. ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. രോഗവും ദൈവത്തിന്റെ ആത്മാവ് നിരാശയും കുറ്റബോധവും ബന്ധിതരെ അവിടുന്നു മോചിപ്പിച്ചു. അന്ധരുടെ കണ്ണുകൾ തുറന്നുവല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. മോചിപ്പിച്ചു. അന്ധരുടെ കണ്ണുകൾ തുറന്നുവല്ലോ. അടിമകൾ ക്രിസ്തുവിൽ
സ്വതന്ത്രരായി. പുതുവത്സരത്തിൻ കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. നിറയണമേ, നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, പാടി പാടി നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. നിറയണമേ, ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. സ്വതന്ത്രമായിട്ട് ശ്രദ്ധിക്കട്ടെ. ഭാഷാവരം ലഭിക്കുന്ന അനേകര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ദൈവജനത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. രോഗങ്ങളും രോഗപീഠകളും ഞെടുക്കുന്ന സങ്കടങ്ങളും കർത്താവിന്റെ ശക്തിയാൽ സൗഖ്യപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്ന കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നൽകുന്ന സൗജന്യ രക്ഷ നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം, നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെക്ക്. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തെ ആരാധിക്കുന്നതിനും നന്ദി പറയുന്നതിനും സ്തുതിക്കുന്നതിനും നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക. ഒരുപക്ഷെ ചില രോഗപീഠകൾ നിന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നുണ്ടല്ലോ. ചില അലർജി രോഗപീഠകൾ, ചില പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങൾ, വ്യക്തികളിലുള്ള ചില രോഗപീഠകൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടല്ലോ. ഇതാ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവയെ ഒരു ആരാധനയാക്കി മാറ്റുക. ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരുണയൊഴുകുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും പരിശുദ്ധ അൽത്താരയിൽ നിന്നുള്ള ശക്തിയാണ് ഒഴുകുന്നത്. ഷീബ എന്ന് പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നു. കർത്താവിൻ്റെ കാരുണ്യമാണ് നിന്നിലേക്ക് ഒഴുകുന്നത്. ഉദരത്തിലുണ്ടായ കുഞ്ഞ് അബോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഉറക്കം നഷ്ടപ്പെട്ടൊരു സ്ത്രീ വല്ലാണ്ട് വിഷമിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിനക്ക് ഇതാ ശക്തിയും ബലവും, ആ ഉദരത്തിൽ മറ്റൊരു ജീവൻ നൽകി നിന്റെ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. കർത്താവിന് നിന്നെ അത്രമേൽ സ്നേഹമാണ്. നീ വിശ്വസിക്കൂ. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ അഭിഷേകം വെളിപ്പെടുന്ന സമയം നിന്റെ ജീവിതത്തിലെ ഏത് ഭാരമാണോ അത് സമർപ്പിച്ചോ. ആ ഭാരത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തി രക്ഷയാക്കി മാറ്റുകയാണ്, രക്ഷയാക്കി മാറ്റുകയാണ്. മകനെ ഓർത്ത് സങ്കടപ്പെടുന്ന കുടുംബാംഗങ്ങളുണ്ട്, സമർപ്പിച്ചോളൂ. ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടേണ്ട. കർത്താവ് ആ വിഷയങ്ങളെ ഇതാ ഒരു രക്ഷയാക്കി മാറ്റുകയാണ്, രക്ഷയാക്കി മാറ്റുകയാണ്. ആദ്യമായിട്ട് ഇന്ന് ശുശ്രൂഷയ്ക്ക് കാണാൻ വന്ന ആ സഹോദരൻ, ഇത് കാണാൻ വന്ന സഹോദര, ഇതാ കർത്താവ് സഹോദരനെ സ്പർശിക്കുന്നു. യേശുവിൻ്റെ സ്നേഹമാണ് നിന്നിലേക്ക് ഒഴുകുന്നത്. ടോം എന്നുള്ള ഒരു പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ചെവിക്ക് വേദന മൂലം അസ്വസ്ഥതയും ചെവിയിൽ പഞ്ഞി വെച്ചിട്ടുള്ള കോട്ടൺ ധരിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ആ വ്യക്തിയെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ആ ചെവിക്ക് കർത്താവ് സമ്പൂർണ്ണ സൗഖ്യം നൽകുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച്, നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിക്കുക. അതിനുശേഷം പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളൊന്ന് വലതുകരം വെച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഈ പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള ശക്തി ഇതാ ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് അഭിഷേകമായിട്ട് മാറുകയാണ്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവരുടെ തലയിലെ കൈയൊന്ന് വെച്ചൊന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കാരണം ആരാധന സമയത്ത് നീ ഇപ്രകാരം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു അഭിഷേകം ആ വ്യക്തിയിലേക്ക് വെളിപ്പെടും. ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ ഉള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റും. ഈ വ്യക്തി കടന്നു പോകുന്ന മാനസിക ദുഃഖങ്ങളിൽ കർത്താവ് ഇടപെടും. ഈ വ്യക്തിയിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ഈ ദേശത്ത്, ഈ കുടുംബത്തിൽ കർത്താവ് ചെയ്യും.
ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ ശിരസിലൊന്ന് കരങ്ങളൊന്ന് കമഴ്ത്തി വെച്ച് നിനക്കറിയാവുന്നത് പോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയൊരു അഭിഷേകം, പുതിയ ശക്തി ഈ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ദീപികാരുടെ പ്രദക്ഷിണ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. യേശു നിന്റെ പക്കലേക്ക് വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന സമയം. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഈ ഒരു വലിയ ശുശ്രൂഷ ഇവിടെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിൻ്റെ അർത്ഥമെന്നറിയോ? നിന്റെ പക്കലേക്ക് കടന്നു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്റെ സങ്കടങ്ങൾ അറിയുകയും ചെയ്യുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ ഈശോ നിന്റെ പക്കലേക്ക് കടന്നു വരുന്നു. ദൈവത്തിനു മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനാ നിയോഗങ്ങൾ ദേ ഒരു ചെറുതുണ്ട് പേപ്പറിൽ എഴുതിയിടുന്ന നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുകയാണ്. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. ഒരുപക്ഷെ പ്രാർത്ഥനാ നിയോഗം എഴുതാൻ പറ്റാത്ത അനേകരുണ്ടാവും. വിഷമിക്കേണ്ട, നിന്റെ നിയോഗം ഈ അൽത്താരയിലുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഈ അൽത്താരയിലുണ്ട്. നീ വിശ്വസിക്കുക. ദൈവമേ, ഈ നിയോഗങ്ങളിൽ അത്ഭുതകരമായിട്ട് അങ്ങ് പ്രവർത്തിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളായിട്ടുള്ള കുടുംബത്തിൻ്റെ ഭാരങ്ങളാവാം, വ്യക്തിയുടെ ഭാരങ്ങളാവാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ അത് രക്ഷയായിട്ട് മാറും. തടസ്സങ്ങൾ മാറും. പൈശാചിക ശക്തികൾക്ക് അവയിൽ നിൽക്കാൻ പറ്റില്ല. ആരാധിക്കുന്നിടത്ത് പിശാചിന് നിൽക്കാൻ പറ്റില്ല. ആരാധന ഉയരുന്ന വ്യക്തികളുടെ ഇടയിൽ പൈശാചിക ശക്തികൾക്ക് നിൽക്കാൻ പറ്റില്ല. കരങ്ങൾ നേരെ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, അത്ഭുത ശക്തി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ദിവികാരുടെ പ്രദക്ഷിണ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിശ്വസിക്കണം, ദേ ഈശോ ഇന്നും ജീവിക്കുന്നു. പറഞ്ഞേ, ഈശോ ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രധാനമായും നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ നടുവിലൂടെ ഈശോ കടന്നു വന്ന് ആശീർവദിക്കുമ്പോൾ 2 വശത്തുള്ളവർ തിരിഞ്ഞു നിൽക്കുക, കരങ്ങൾ കൂപ്പിപ്പിടിക്കുക, കണ്ണടച്ച് ഒരു നിമിഷം നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇവിടെ വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവരെ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇവിടെ വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് ജോലിക്കും പഠനത്തിനുമായി ദൂരങ്ങളിൽ പോയിരിക്കുന്നവരുണ്ട്. അവരെ ഓർക്കുക. ഈശോയെ, ഇപ്പോൾ ഈ ദീപികാരുടെ പ്രദക്ഷിണ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ദൂരങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ഇവിടെ നിന്നുയരുന്ന സ്തുതികളും ആരാധനയും നന്ദി പ്രകരണങ്ങളും അവരുടെ മേൽ അഭിഷേകമായി മാറട്ടെ. വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ഈ ആരാധന എൻ്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായിട്ട് മാറട്ടെ. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്തുതികളിൽ വസിക്കും സർവശക്തനെ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. കൈകളടിച്ച് ആദിയും അന്ത്യവുമായവനെ ആമേൻ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. ആമേൻ. സ്തുതികളിൽ വസിക്കും സർവശക്തനെ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. ആദിയും അന്ത്യവുമായവനെ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം.
തുതികളിൽ വസിക്കും സർവശക്തനെ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. ആദിയും അന്ത്യവുമായവനെ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. തുതികളിൽ വസിക്കും സർവശക്തനെ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. ആദിയും അന്ത്യവുമായവനെ ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളെ സ്തുതികളായി ഉയർത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം, സാമ്പത്തിക മേഖലകളെ ഒരു സ്തുതിയായി ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന തടസ്സങ്ങളെ ഒരു സ്തുതിയായി ഉയർത്തുന്നു. കർത്താവെ, ആ വിഷയത്തിൽ അങ്ങ് ഇടപെടുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ലോകത്തെ സൃഷ്ടിതാവേ, സ്വർലോകരാജനേ, തിന്മകൾ നീക്കിടുവാൻ മണ്ണിൽ പിറന്നവനേ. ലോകത്തിൻ സൃഷ്ടിതാവേ, സർവ്വലോകരാജനേ, തിന്മകൾ നീക്കിടുവാൻ മണ്ണിൽ പിറന്നവനേ. കൈകൾ വീശി ആമേൻ, നേർവഴി കാട്ടിയിടണേ. ആമേൻ. രക്ഷകനായോനേ, യേശുവേ, നേർവഴി കാട്ടിയിടണേ. ശക്തിയോടെ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ അടിച്ച് ശക്തിയോടെ ഓ കർത്താവേ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തിബന്ധങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളും ഒരു സ്തുതിപ്പാക്കി ഉയർത്തുന്നു. ഒരുപക്ഷെ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതിനെ സ്തുതിപ്പാക്കി ഉയർത്തട്ടെ. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സ്തുതിപ്പാക്കി ഉയർത്തട്ടെ. കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവ് ചൊരിയണമേ. ലൂക്കാസ് വിശേഷം 17-ാം അധ്യായത്തിൽ വിജാതീയനായ വ്യക്തിക്ക് ലഭിച്ച അതേ അഭിഷേകവും രക്ഷയും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. കൈയടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആമേൻ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആമേൻ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ചേർന്ന് പാടി. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. ആമേൻ. കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ.
ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ മൺകുടമടയും തീ കത്തിയിടും, ആരാധനയിങ്കൽ ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആരാധിക്കുന്നു. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോ ആമേൻ. ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ.